Hello viewers, welcome back to my channel The Untold Stories. സോ ഇന്ന് ഞാനൊരു ഹോം ഡെക്കർ ഐറ്റമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം പരിശ്രമിക്കേണ്ടി വന്നു. കാരണം നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂവും അതുപോലെ ബോൾട്ടും പിന്നെ എന്താ പറയുക സ്പാനർ അങ്ങനത്തെയൊക്കെ ഓരോ ഐറ്റംസ് ഇവർ തന്നിട്ടുണ്ടാവും. നമ്മൾ തന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യണം. കുറച്ച് നല്ല പോലെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണിത്. സൈറ്റിലെ നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഞങ്ങളിതൊന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ നല്ല ബുദ്ധിമുട്ടായിരുന്നു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല അത് മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം നല്ലപോലെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ യൂസർ മാനുവൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏതൊക്കെ സ്ക്രൂ എവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ക്രൂവും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പം തോന്നിയില്ല. അപ്പം ഇങ്ങനെ 3 തട്ടായിട്ടുണ്ട്. അത് തട്ടെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. നമ്മളിങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും സ്റ്റാൻഡ് മര്യാദയ്ക്ക് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുമോ അങ്ങനെയുള്ള ഡൗട്ടൊക്കെ വരും. പക്ഷെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഹോൾസ് നോക്കിയിട്ട് മാച്ച് ആവുന്ന രീതിയിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ പരിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ എങ്ങനെയൊക്കെയോ അത് സെറ്റപ്പ് ആക്കി. കുഴപ്പമില്ലാതെ സെറ്റപ്പ് ആക്കി. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ വെയിറ്റൊന്നും താങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും വെയിറ്റ് ഞങ്ങൾ മേലെയോ താഴെയോ ഒക്കെ വെക്കുമ്പോഴത്തേനും ഇത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്നു. അങ്ങനെ തീരെ ബാലൻസ് ഇല്ലാതെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മേലേക്കൊന്നും ഞങ്ങൾക്ക് പോട്ടൊന്നും വെക്കാൻ തോന്നിയില്ല. കാരണം ഇതിങ്ങനെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് വരുമായിരുന്നു. പിന്നെ സ്ക്രൂ ആണെങ്കിലും നമ്മൾ അത്ര ചെയ്താലും ഒത്തിരി ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. അപ്പം ബെറ്റർ നമ്മൾ ഓൺലൈൻ വാങ്ങുന്നതിനേക്കാളും കൂടുതലായിട്ട് ഷോപ്പിൽ പോയി വാങ്ങുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കിത് പ്ലാന്റിൻ്റെ ഒരു സ്റ്റാൻഡായിട്ടല്ലാതെ നമുക്ക് ബുക്ക് വെക്കുന്ന ഒരു സ്റ്റാൻഡായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഫ്ലോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റേതായ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല. അതായത് തട്ടൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി തന്നെയാണ്. പക്ഷേ ഇത് ബാലൻസ് ആയിട്ട് ഒട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ല. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഫിനിഷിംഗ് ആണെങ്കിലും നല്ലത് തന്നെയാണ്. അതായത് നല്ലപോലെ പോളിഷൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി കളറൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഡെക്കറേഷനിലൊക്കെ യൂസ് ചെയ്യുമ്പം നല്ലൊരു ആ റൂമിൻ്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറിപ്പോവും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പം ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ വീഡിയോസ് എൻ്റെ ചാനലിൽ വേറെയുണ്ട്, അതൊക്കെ വാച്ച് ചെയ്യുക. എൻഡ് സ്ക്രീനിൽ ഐ ബട്ടണിലൊക്കെ ഞാൻ കുറേ പ്ലേലിസ്റ്റുകളും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും, അതൊക്കെ വാച്ച് ചെയ്യുക. ആൻഡ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.